പ്രകാശ് മണി ദാദിജിക്ക് നിമിത്തമായുള്ള ഭോഗ് സന്ദേശം. നിങ്ങളേവരുടെയും സ്നേഹം നിറഞ്ഞ ഓർമ്മകൾ സ്വീകരിച്ചുകൊണ്ട് ബാബ വതനത്തിൽ ഇന്നത്തെ ഈ വിശേഷ ദിവസത്തിൽ ആഹ്വാനം ചെയ്ത് വിളിച്ചു. ഇന്ന് വതനത്തിൽ മുഴുവൻ വിശ്വവും ഓരോ സ്ഥാനത്ത് നിന്നും ബാബയിൽ നിന്നും ദാദിയിൽ നിന്നും ദൃഷ്ടി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദാദിജി ബാബയോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ എല്ലാ പൂർവികരായ ദാദിമാരും മുതിർന്ന സഹോദരന്മാരുമെല്ലാം ഉപസ്ഥിതരായിരുന്നു. എല്ലാവരും ദാദിയുടെയും ബാബയുടെയും നാല് ചുറ്റും നിൽക്കുകയായിരുന്നു. നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. മുഴുവൻ ഗ്ലോബും ദാദിയുടെ കൈകളിൽ ഉണ്ടായിരുന്നു. ഏതാനും നിമിഷങ്ങൾ ബാബയുമായി സ്നേഹം നിറഞ്ഞ ദൃഷ്ടിയുടെ കൊടുക്കൽ വാങ്ങൽ നടന്നു. ഞാൻ പറഞ്ഞു, ബാബ, ഇന്നത്തെ ദിവസം എല്ലാവരും വളരെയധികം സ്നേഹത്തിൽ പൂർണ്ണ രീതിയിൽ ലയിച്ചിരിക്കുകയാണ്. എല്ലാവരും ദാദിജിയെ സ്നേഹത്തോടെ ഓർമ്മിക്കുക മാത്രമല്ല ചെയ്തിരുന്നത്, എന്നാൽ ദാദിയുടെ ഗുണങ്ങളും വർണ്ണിക്കുന്നു. എല്ലാവരുടെയും മനസ്സിൽ ഇതാണ്, നമ്മളും ദാദിക്ക് സമാനം ആകണം. ഏതുപോലെ ബാബയുടെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു ദാദി, അപ്പോൾ എല്ലാവരും റൈറ്റ് ഹാൻഡ് ആകണം എന്ന്. അപ്പോൾ ബാബ ഇങ്ങനെ കൈകൾ കൊണ്ട് എല്ലാവർക്കും വരദാനം നൽകി. ദാദി ബ്രഹ്മബാബയെ അഥവാ ബാബ് ദാദയെ പൂർണ്ണ രീതിയിൽ ഫോളോ ചെയ്തു. ബാബയുടെ ഏതൊരു സൂചനയും എന്തെല്ലാം യജ്ഞത്തെ പ്രതി ബ്രഹ്മബാബയിലൂടെ ലഭിച്ചുവോ, ദാദി ആ എല്ലാ സൂചനകളെയും പ്രാക്ടിക്കലിൽ കൊണ്ടുവന്നു. ഏതുപോലെ ബാബ വിശ്വപിതാവാണ്. ദാദിക്കും വിശ്വത്തിലെ എല്ലാ ആത്മാക്കളെ പ്രതി വളരെയധികം സ്നേഹമുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, ബാബ ഭോഗ് സ്വീകരിച്ചാലും. അപ്പോൾ ബാബ ഭോഗ് സ്വീകരിച്ചു. അതിനോടൊപ്പം ദാദിയോടും പറഞ്ഞു, നോക്കൂ, ഇത്രയും സ്നേഹത്തോടെ താങ്കൾക്ക് വേണ്ടി ഇത്രയും ഫലങ്ങളും ഇത്രയും ഭോജനവും ഉണ്ട്. ഇങ്ങനെ ബാബ ദാദിയോട് പറയുകയായിരുന്നു, ഇതെല്ലാം താങ്കൾക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. ബാബയും ദാദിയും രണ്ടുപേരും പരസ്പരം സംഭാഷണം നടത്തുകയായിരുന്നു. ബാബ പറയുകയായിരുന്നു, ദാദി, താങ്കൾക്ക് വേണ്ടി നോക്കൂ, എത്ര സ്നേഹത്തോടെ ഭോഗ് വന്നിരിക്കുകയാണ്. അപ്പോൾ ദാദി പറഞ്ഞു, ബാബ അങ്ങേക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. എല്ലാവരും ഭോഗ് സ്വീകരിച്ചു. അതിനുശേഷം ബാബ ദാദിയോട് പറഞ്ഞു, എല്ലാവരും താങ്കളെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദാദിയുടെ നയനങ്ങളും നനഞ്ഞു. അപ്പോൾ ദാദി പറഞ്ഞു, ഞാനും എല്ലാവരെയും മിസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എങ്കിൽ എല്ലായ്പ്പോഴും അല്പം സമയം കണ്ടെത്തണം. നമ്മളും താങ്കളെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. താങ്കളും നമ്മളെ മിസ് ചെയ്യുകയാണ്. അപ്പോൾ ദാദി പറഞ്ഞു, നോക്കൂ, എപ്പോഴാണോ പ്രത്യക്ഷത ഉണ്ടാകുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെയായിരിക്കും. പൂർവികരായ എല്ലാവരും ഉണ്ടായിരിക്കും, നിങ്ങളും ഉണ്ടായിരിക്കും. പിന്നെ ദാദി പറഞ്ഞു, ഈ സമയത്ത് ദാദിയുടെ ഒരേ ഒരു ഇച്ഛ ഇതാണ്, എല്ലാവരും സ്നേഹത്തിൻ്റെ നൂലിൽ കോർക്കപ്പെട്ടിരിക്കൂ, മറ്റൊന്നും ഉണ്ടാകരുത്. കാരണം പ്രത്യക്ഷത മുഴുവൻ വിശ്വത്തിലും ഉണ്ടാകും. ബാബയോടൊപ്പം കുട്ടികളും പ്രത്യക്ഷമാകും. അപ്പോൾ യാതൊരു ഡിഫറൻസും കാണപ്പെടരുത്. യാതൊരു അഭിപ്രായ വ്യത്യാസവും പാടില്ല. ഒരു കാര്യത്തിലും ആർക്കും ആരോടും വിരോധം പാടില്ല. ദാദി ഇത് കാണുവാൻ ആഗ്രഹിക്കുന്നു. ഓരോ സ്ഥാനവും നിർവിഘ്നമാകണം. ഓരോ പുരുഷാർത്ഥിയും നിർവിഘ്നമാകണം. നമ്മുടെ യജ്ഞവും നിർവിഘ്നമാകണം.
പിന്നെ എല്ലാവരും ഈ ഒരു ലക്ഷ്യം കൂടി വയ്ക്കൂ. നമുക്ക് ബാബയുടെ റൈറ്റ് ഹാൻഡ് ആയി ഇരിക്കണം. എല്ലാവരും യോഗിയോടൊപ്പം തന്നെ പൂർണ്ണമായും സഹയോഗിയും ആയി ഇരിക്കണം. ദാദി പറഞ്ഞു, നോക്കൂ, സ്നേഹവും ഓർമ്മകളും തീർച്ചയായും ഉണ്ട്. താങ്കളും ഓർമ്മിക്കുന്നു, ദാദിയും ഓർമ്മിക്കുന്നു. ഞാൻ പറഞ്ഞു, ബാബ, എപ്പോഴെല്ലാം ഭോഗ വയ്ക്കുന്നതിന് വേണ്ടി വതനത്തിലേക്ക് ഞാൻ വരുന്നുവോ അപ്പോൾ എല്ലാവരും എന്നോട് പറയുന്നു, ബാബയോട് ചോദിക്കൂ ദാദി എവിടെയാണെന്ന്. അപ്പോൾ ബാബ പറഞ്ഞു, ദാദി ഇവിടെയുണ്ട്, മറ്റെവിടെയാണ്? അപ്പോൾ ഞാൻ പുഞ്ചിരിച്ചു, ഇവിടെയുണ്ടോ? അപ്പോൾ ദാദിയും പറഞ്ഞു, നമ്മളെല്ലാ പൂർവികരും നിങ്ങളുടെ കൂടെയുണ്ട്, നമ്മൾ ഉപസ്ഥിതരാണ്, അതായത് സന്നിഹിതരാണ്. ഞാൻ നോക്കിക്കൊണ്ടേയിരുന്നു. ഞാൻ പറഞ്ഞു, അതെ, അങ്ങനെ തന്നെയാണ്. അപ്പോൾ ദാദി പറഞ്ഞു, എല്ലായ്പ്പോഴും ഇങ്ങനെ പറയൂ, നമ്മുടെ പൂർവികർ നമ്മുടെ കൂടെ ഉണ്ട്. ഒരിക്കലും ദാദി ഇല്ല എന്ന് പറയരുത്. മറിച്ച് എല്ലായ്പ്പോഴും ഇങ്ങനെ പറയൂ, നമ്മുടെ ദാദി നമ്മുടെ കൂടെയുണ്ട്, നമ്മളോടൊപ്പം. യജ്ഞം സമ്പന്നമാക്കുന്നതിന് വേണ്ടി ദാദി കൂടെ തന്നെ ഉണ്ടായിരിക്കും. ദാദി പറഞ്ഞു, ബാബ ഈയിടെ പറയുന്നുണ്ട്, വ്യർത്ഥം സമാപ്തമാക്കൂ. ഓരോ സങ്കല്പവും ശ്രേഷ്ഠം ആയാൽ പോരാ, എന്നാൽ വിശ്വമംഗളത്തിനു വേണ്ടി ഉള്ളതാകണം. വർത്തമാന സമയത്ത് എല്ലാവരുടെയും, ബാബയുടെ യോഗികളായ എല്ലാ കുട്ടികളുടെയും സങ്കല്പത്തിൻ്റെ വൈബ്രേഷൻസ് വിശ്വത്തിന് വളരെയധികം ആവശ്യമുണ്ട്. കാരണം എത്ര തന്നെ ക്രോധം, അഹങ്കാരം, ഹിംസ വിശ്വത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാബ പറഞ്ഞു, നിങ്ങളും വളരെ സമീപത്താണ്, തൻ്റെ സമ്പന്നതയുടെയും സമ്പൂർണതയുടെയും വളരെ സമീപത്താണ്. ബാബ പറഞ്ഞു, എത്തിച്ചേരാൻ പോകുന്നവർ തന്നെയാണ്. എന്നാൽ ഒരല്പം അറ്റൻഷൻ കൊടുക്കുന്നതിലൂടെ മുഴുവൻ വിശ്വത്തിലേക്കും ശാന്തിയും സുഖവും, നിങ്ങൾ ഏവരും വിശ്വത്തിൻ്റെ അധികാരികളാണ്. അപ്പോൾ ഓരോ കുട്ടിയും ബാബയ്ക്ക് പ്രിയപ്പെട്ടതാണ്. ഓരോ കുട്ടിയും ബാബയുടെ ഹൃദയത്തിന് സമീപമാണ്. ബാബ എല്ലാവരോടും പറഞ്ഞു, സദാ കൂടെയിരിക്കൂ, സമീപം ഇരിക്കൂ, സമ്പന്നമാകൂ. ഇങ്ങനെ വരദാനം നൽകി. ഞാൻ പറഞ്ഞു, ബാബ, മുന്നി ദീദി പറഞ്ഞു ദാദി വരണം എന്ന്. അപ്പോൾ ബാബ പുഞ്ചിരിക്കുവാൻ തുടങ്ങി. ബാബ പറഞ്ഞു, ദാദിക്കും ആഗ്രഹമുണ്ട്, പക്ഷേ ഈ സമയത്ത് ദാദിയെ ബാബയ്ക്ക് അയക്കുവാനാകില്ല. ഞാൻ കാരണം ചോദിച്ചില്ല. പിന്നെ ഞാൻ ദാദിയോട് പറഞ്ഞു, മുന്നി ബേന് വളരെയധികം കാര്യവ്യവഹാരങ്ങളുണ്ട്, അപ്പോൾ നിങ്ങളും കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം അനുമോദനങ്ങൾ നൽകി. പറഞ്ഞു, മുന്നി ബഹൻ്റേത് വിശാല ഹൃദയമാണ്, പരിധിയില്ലാത്ത യജ്ഞമാണ്. അതിൻ്റെ കാര്യവ്യവഹാരങ്ങളെ വളരെ നന്നായി പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നും ആശ്ലേഷിക്കണം. നമ്മളെല്ലാവരും മുന്നി ദീദിക്ക് വളരെയധികം ഹൃദയപൂർവ്വം യജ്ഞത്തിൻ്റെ കാര്യവ്യവഹാരങ്ങൾ നടക്കുന്നതിൻ്റെ ആശംസകളും നൽകുന്നു. ഈ ശുഭകാമനയും വയ്ക്കുന്നു. ഈ രീതിയിൽ തന്നെ പരിധിയില്ലാത്ത യജ്ഞത്തിൻ്റെ സമ്പന്നതയും സർവരുടെ സഹയോഗത്തിലൂടെ നല്ല രീതിയിൽ ഉണ്ടാകും. ബാബ എല്ലാവരെ പ്രതിയും വളരെയധികം ഓർമ്മകളും സ്നേഹവും നൽകി. ഓം ശാന്തി.